എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് അക്ഷരനഗരിയായ കോട്ടയത്താണ്. കോട്ടയത്തു നിന്നും ഇന്നത്തെ നമ്മുടെ യാത്ര ബാംഗ്ലൂരിലേക്കാണ്. എല്ലാ ദിവസവും വൈകിട്ട് 5:30 കോട്ടയത്തു നിന്നും ആരംഭിക്കുന്ന KSRTCയുടെ AC സെമി സ്ലീപ്പർ സ്വിഫ്റ്റ് ഗരുഡ ബസ്സിലാണ് ഇന്ന് നമ്മൾ ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. KSRTCയുടെ അഭിമാന സർവീസുകളിലൊന്നായ ഈ ബസ് മുതുമലൈ ബന്ദിപ്പൂർ ടൈഗർ റിസർവുകളിലൂടെയാണ് ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. ഈ രണ്ട് ടൈഗർ റിസർവുകളിലൂടെയുള്ള യാത്രയിൽ ധാരാളം വന്യമൃഗങ്ങളെ നമുക്ക് കാണുവാനായി കഴിയും. അതുതന്നെയാണ് ഈ ബസ് യാത്രയുടെ പ്രധാന ഹൈലൈറ്റും. 5:15 നമുക്ക് പോകുവാനുള്ള ബസ് സ്റ്റാൻഡിലേക്ക് എത്തി. ഓറഞ്ച് നിറത്തിലുള്ള KSRTCയുടെ സ്വിഫ്റ്റ് ബസ്സുകൾ കാണുവാൻ തന്നെ ഒരു പ്രത്യേക ചന്തമാണ്. 41 പേരുടെ സീറ്റിംഗ് കപ്പാസിറ്റിയാണ് ഈ ബസ്സിനുള്ളത്. ബസ്സിലെ സീറ്റുകൾ നമുക്ക് ഓൺലൈനായി ബുക്ക് ചെയ്യുവാൻ സാധിക്കും. ഈ ബസ്സിൽ നിങ്ങൾ യാത്ര ചെയ്യുവാനായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരാഴ്ച മുമ്പെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതാണ് ഉത്തമം. ടിക്കറ്റുകൾ വളരെ വേഗത്തിൽ വിറ്റുതീരുന്ന KSRTCയുടെ ബസ്സുകളിലൊന്നാണിത്. വളരെ കംഫർട്ടായിട്ടുള്ള ഒരു സീറ്റിംഗ് അനുഭവമാണ് ഈ ബസ്സിനുള്ളത്. ഫുഡ് റെസ്റ്റുകളും അഡ്ജസ്റ്റബിൾ AC വെന്റുകളും റീഡിംഗ് ലാമ്പുകളുമെല്ലാം ഈ ബസ്സിലുണ്ട്. ഒരാൾക്ക് 841 രൂപയാണ് ഈ ബസ്സിലെ ടിക്കറ്റ് ചാർജ്. ഓൺലൈൻ ടിക്കറ്റിനേക്കാളും 30% ടിക്കറ്റ് ചാർജ് കൂടുതലാണ് ഓഫ്ലൈൻ ടിക്കറ്റുകൾക്ക്. അനിത് ബ്രോയും സന്ദീപ് ബ്രോയുമാണ് ഈ ബസ്സിലെ ഡ്രൈവർമാരായി ഇന്ന് ഡ്യൂട്ടിക്കുള്ളത്. കൃത്യം 5:30 തന്നെ ബസ് കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടു. കോട്ടയത്തു നിന്നും പെരുമ്പാവൂർ, തൃശൂർ, പെരിന്തൽമണ്ണ, നിലമ്പൂർ വഴി നാടുകാണി ചുരം കയറി ഗൂഡല്ലൂരിലെത്തി. അവിടെ നിന്നും മുതുമലൈ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലൂടെ മൈസൂർ വഴി ബാംഗ്ലൂരിലേക്കുമാണ് ഈ ബസ് സർവീസ് നടത്തുന്നത്. വൈകിട്ട് 5:30 കോട്ടയത്തു നിന്നും പുറപ്പെടുന്ന ഈ ബസ് രാവിലെ 8 മണിയോടെ ബാംഗ്ലൂരിലെത്തും. തിരികെ വൈകിട്ട് 3:45 ഈ ബസ് ബാംഗ്ലൂരിൽ നിന്നും കോട്ടയത്തേക്ക് വരുന്നത്. 550 കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ചു വേണം നമുക്ക് കോട്ടയത്തു നിന്നും ബാംഗ്ലൂരിലേക്ക് എത്താൻ. കോട്ടയത്തെ പ്രശസ്തമായ നാഗമ്പടത്തെ പാലമാണ് നിങ്ങൾ ഈ കാണുന്നത്. മുതുമലൈ ബന്ദിപ്പൂർ ടൈഗർ റിസർവുകളിലൂടെ ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. പാലാ ഡിപ്പോയിൽ നിന്നും രാത്രി 9 മണിക്ക് പുറപ്പെടുന്ന ബസ്സും ഇതേ റൂട്ടിലൂടെയാണ് പോകുന്നത്. ആ യാത്രയുടെ വീഡിയോ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കാണുവാൻ കഴിയും. കോട്ടയം മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്ന സംക്രാന്തി എന്ന സ്ഥലത്തേക്ക് ബസ് എത്തിയിരിക്കുകയാണ്. സ്പെഷ്യൽ പെർമിറ്റുമായിട്ടാണ് മുതുമലൈ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലൂടെ ഈ ബസ് രാത്രി കടന്നു പോകുന്നത്. ആറരയോടെ കൂത്താട്ടുകുളത്തേക്കും 7 മണിയോടെ മൂവാറ്റുപുഴയിലേക്കും നമ്മുടെ ബസ് എത്തിയിരിക്കുകയാണ്. മൂവാറ്റുപുഴ എത്തിയപ്പോഴേക്കും നല്ല മഴക്കാറുണ്ടായിരുന്നു. ഏത് നിമിഷവും മഴ പെയ്യാനുള്ള സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പെരുമ്പാവൂരെത്താറായപ്പോഴേക്കും മഴ നല്ല രീതിയിൽ പെയ്യുവാൻ തുടങ്ങി. ബസ് ഇപ്പോൾ അങ്കമാലി പിന്നിട്ടിരിക്കുകയാണ്. സീറ്റുകളെല്ലാം ഫുള്ളായതുകൊണ്ട് പോരുന്ന വഴിയിലെ ബസ് സ്റ്റാൻഡുകളിലൊന്നും കയറാതെയാണ് ബസ് പോകുന്നത്. നമ്മളിപ്പോൾ പാലയേക്കര ടോൾ ബൂത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പുറത്ത് നല്ല മഴയായിരുന്നെങ്കിലും റൂട്ടിൽ തിരക്ക് ഇപ്പോൾ വളരെ കുറവാണ്. സാധാരണ ഈ ഭാഗത്ത് നല്ല തിരക്കൊക്കെ അനുഭവപ്പെടാറുള്ളതാണ്. കോട്ടയത്തു നിന്ന് അങ്കമാലി വരെയുള്ള യാത്രയിൽ മിക്കപ്പോഴും നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് മിക്കപ്പോഴും 1 മണിക്കൂറോളം വൈകിയാണ് ഈ ബസ് വരുന്നത്. ഇന്ന് അത്തരത്തിലുള്ള ബ്ലോക്കുകളൊന്നും വരുന്ന വഴിയിൽ ഉണ്ടായിരുന്നില്ല. തൃശൂരിലെ ആകാശപാതയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. 9 മണിയോടെ നമ്മുടെ ബസ് തൃശൂർ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. തൃശൂരിൽ കുറച്ചധികം ആളുകൾ കയറുവാനും ഇറങ്ങുവാനും ഉള്ളതുകൊണ്ട് 5 മിനിറ്റിന്റെ ഗ്യാപ്പിന് ശേഷമാണ് ബസ് ഇവിടെ നിന്നും പുറപ്പെടുകയുള്ളൂ. തൃശൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് സർവീസ് നടത്തുന്ന കർണാടക RTC ബസ്സും തൃശൂരിൽ നിന്ന് വേളാങ്കണ്ണിയിലേക്ക് സർവീസ് നടത്തുന്ന തമിഴ്നാട് സർക്കാർ ബസ്സും തൃശൂർ ബസ് സ്റ്റാൻഡിലുണ്ടായിരുന്നു. 9:30 തൃശൂർ അത്താണിക്കടുത്തുള്ള ലാവിഷ് ഫാമിലി റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കുന്നതിനായി ബസ് നിർത്തിയിരിക്കുകയാണ്.
വളരെ നല്ല ഭക്ഷണവും നല്ല സീറ്റിംഗ് കപ്പാസിറ്റിയും ആംബിയൻസുമുള്ള ഒരു ഹോട്ടലാണിത്. ഇതിനു മുമ്പും ഈ ഹോട്ടലിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. മലയാളികളുടെ ഇഷ്ടഭക്ഷണമായ പൊറോട്ടയും ബീഫുമാണ് ഇന്നത്തെ അത്താഴത്തിനായി ഞാൻ തിരഞ്ഞെടുത്തത്. പതിവ് പോലെ ഇന്നും ഭക്ഷണമെല്ലാം അടിപൊളിയായിരുന്നു. പൊറോട്ടയ്ക്കും ബീഫിനും ചായയ്ക്കും 210 രൂപയാണ് എനിക്കിവിടെ ചിലവായത്. ഭക്ഷണശേഷം സന്ദീപ്രോയാണ് ബസ് ഓടിക്കുന്നത്. പുറത്തിപ്പോഴും നല്ല മഴയാണ്. മുതുമല ബന്ദിപ്പൂർ കാടുകളിലേക്ക് എത്തുമ്പോൾ ഇതുപോലെ മഴയാണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുവാൻ സാധ്യതയുണ്ട്. മൊബൈലിൽ വെതർ കണ്ടീഷൻ നോക്കിയപ്പോൾ ആ ഭാഗത്തേക്ക് മഴയില്ല എന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. പെരിന്തൽമണ്ണയും നിലമ്പൂരുമെല്ലാം പിന്നിട്ട് 1:30 നമ്മൾ വഴിക്കടവിലേക്കെത്തി. നാടുകാണി ചുരം ആരംഭിക്കുന്നത് ഇവിടെ നിന്നുമാണ്. നാടുകാണി ചുരം ആരംഭിക്കുന്നത് കേരളത്തിലും അവസാനിക്കുന്നത് തമിഴ്നാട്ടിലുമാണ്. ചുരം റോഡിന്റെ പകുതിയോളം എത്തുമ്പോഴാണ് തമിഴ്നാട് കേരള ബോർഡർ വരുന്നത്. കേരള ഗവൺമെന്റിന്റെ RTO ചെക്ക് പോസ്റ്റും എക്സൈസ് ചെക്ക് പോസ്റ്റുമെല്ലാം നമുക്ക് ഇവിടെ കാണുവാൻ കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് മുന്നോട്ട് കിലോമീറ്ററുകളോളം കുത്തനെയുള്ള കയറ്റമാണ്. പകൽ സമയത്താണ് നമ്മൾ ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുന്നതെങ്കിൽ മനോഹരമായ ഒരുപാട് കാഴ്ചകൾ ഈ ചുരം റോഡിൽ നമുക്ക് കാണുവാനായി ഉണ്ടായിരുന്നു. ഈ റോഡിലൂടെയുള്ള യാത്രയിൽ മിക്കപ്പോഴും ആനയുടെ സൈറ്റിംഗ് ഉണ്ടാകാറുണ്ട്. നമ്മളങ്ങനെ കേരള ബോർഡർ പിന്നിട്ട് തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കേരളത്തിലെ റോഡുകളെ അപേക്ഷിച്ച് വളരെ മോശം റോഡാണ് തമിഴ്നാട്ടിലേക്ക് കിടക്കുമ്പോൾ ഉള്ളത്. മിക്ക സ്ഥലങ്ങളിലും റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ രീതിയിലാണ് ഉള്ളത്. രണ്ടു മണിയോടെ ബസ് നാടുകാണി ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. നീലഗിരിയിലേക്കുള്ള യാത്രയിൽ മെയ് ജൂൺ മാസങ്ങളിൽ സ്പെഷ്യൽ പാസ് ആവശ്യമുള്ളതുകൊണ്ട് ഇതിലൂടെ എത്തുന്ന പ്രൈവറ്റ് വാഹനങ്ങൾ ഇവിടെ പോലീസ് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. 2:30 ബസ് ഗൂഡല്ലൂർ ടൗണിലേക്ക് എത്തി. ഇവിടെ നിന്ന് വലത്തോട്ട് ഊട്ടിയിലേക്കും ഇടത്തോട്ട് മൈസൂരിലേക്കുമാണ് പോകുന്നത്. ഗൂഡല്ലൂരിലെ TNSTC ബസ് സ്റ്റാൻഡാണ് വലതുവശത്ത് നിങ്ങൾ കാണുന്നത്. മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകുന്ന ബസ്സുകൾ ഇവിടെ നിന്നും നമുക്ക് ലഭിക്കും. ഇവിടെ നിന്നും 5 കിലോമീറ്റർ ദൂരമാണ് മുതുമല ടൈഗർ റിസർവിലേക്കുള്ളത്. മുതുമല ടൈഗർ റിസർവിന്റെ എൻട്രി ചെക്ക് പോസ്റ്റ് സ്ഥിതി ചെയ്യുന്ന തോരപ്പള്ളി എന്ന സ്ഥലത്തേക്ക് ബസ് എത്തിയിരിക്കുകയാണ്. സ്പെഷ്യൽ പാസില്ലാത്തതിനാൽ ചെക്ക് പോസ്റ്റ് കടന്ന് പോകുവാൻ കഴിയാത്ത വാഹനങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാത്രി 9 മണി മുതൽ രാവിലെ 6 മണി വരെ മുതുമല ബന്ദിപ്പൂർ ടൈഗർ റിസർവിനുള്ളിലൂടെ വാഹന ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. ആ സമയങ്ങളിൽ സ്പെഷ്യൽ പാസുമായി മാത്രമേ ഈ റൂട്ടിലൂടെ പോകുവാൻ കഴിയുകയുള്ളൂ. സ്പെഷ്യൽ പാസ് ചെക്ക് പോസ്റ്റിൽ കാണിച്ച് ഒപ്പിട്ട ശേഷമാണ് നമ്മൾ ഇനി മുന്നോട്ട് പോകുന്നത്. ഇവിടെ നിന്നും ഇനി 25 കിലോമീറ്ററോളം ദൂരം കൊടുങ്കാടിനുള്ളിലൂടെയാണ് നമ്മുടെ യാത്ര. ധാരാളം വന്യമൃഗങ്ങളെ ഇവിടെ നിന്ന് മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് കാണുവാനായി കഴിയും. വന്യമൃഗങ്ങളുടെ ഒരു കലവറ തന്നെയാണ് മുതുമല ബന്ദിപ്പൂർ കാടുകൾ. ഈ യാത്രയിലെ ആദ്യത്തെ അനിമൽ സൈറ്റിംഗ് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. ഒരു വലിയ കാട്ടുപോത്തിൻ കൂട്ടത്തെയാണ് ഇവിടെ നമുക്ക് കാണുവാനായി കഴിഞ്ഞത്. ഇവ ശരിക്കും കാട്ടുപോത്തുകളല്ലാത്തതിനാൽ കാട്ടി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 1 കിലോമീറ്ററോളം ദൂരം ബസ് മുന്നോട്ട് പോയപ്പോൾ വീണ്ടും ഒരു കാട്ടുപോത്തിൻ കൂട്ടം ബസിന് മുമ്പിൽ വന്നുപെട്ടിരിക്കുകയാണ്. കേരളത്തിലേതുപോലെ ഇവിടെ മഴയില്ലാത്തതുകൊണ്ട് ഇന്ന് ഇനിയും അനിമൽ സൈറ്റിംഗ് ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാധാരണ ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആനകളെയാണ് ഏറ്റവും കൂടുതൽ കാണുവാറുള്ളത്. മുന്നോട്ടുള്ള യാത്രയിൽ ആനകളുടെ സൈറ്റിംഗ് ലഭിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. ഈ പാലത്തിന്റെ മുമ്പിൽ വച്ചാണ് മാസങ്ങൾക്ക് മുമ്പ് ഈ ബസ്സിൽ വരുന്നവർക്ക് കടുവയുടെ സൈറ്റിംഗ് ലഭിച്ചത്. അതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. വീണ്ടും കുറച്ച് മാൻകൂട്ടങ്ങളുടെ സൈറ്റിംഗ് ലഭിച്ചിരിക്കുകയാണ്. ഈ റൂട്ടിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് മാനുകളാണ്. വന്യജീവികളുടെ ആക്രമണത്തെ ഭയന്ന് റോഡ് സൈഡിലായിട്ടാണ് അവ എപ്പോഴും ഉണ്ടാകാറുള്ളത്. നമുക്ക് വീണ്ടും 1-2 കാട്ടുപോത്തിന്റെ സൈറ്റിൽ ലഭിച്ചിരിക്കുകയാണ്.
ഈ യാത്രയിലെ ആദ്യത്തെ ആനയെ നമ്മളിപ്പോൾ കണ്ടിരിക്കുകയാണ്. സാധാരണ ചെക്ക് പോസ്റ്റ് കഴിയുമ്പോൾ തന്നെ ആനയെ കാണാറുള്ളതാണ്. ഇപ്പോൾ കുറച്ചു ദൂരം മുമ്പോട്ട് വന്നപ്പോഴാണ് കണ്ടത്. നമ്മുടെ ബസ് അങ്ങ് പാസ് ചെയ്തപ്പോൾ നമ്മുടെ ബസ്സിനെ കുത്താനായിട്ട് ആന ഓടി വന്നായിരുന്നു. നിങ്ങൾക്ക് ആ വീഡിയോ ഒന്നും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. വീണ്ടും മാൻകൂട്ടത്തിന്റെ സൈറ്റിംഗ് ആണ്. മുതുമലയിലെ കാടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഹയർ സെക്കൻഡറി സ്കൂളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. സാധാരണ ഈ ഭാഗത്ത് ആനയെ എപ്പോഴും കാണാറുള്ളതാണ്. ഇവിടെ പാലം പണി നടക്കുന്നത് കൊണ്ട് താൽക്കാലികമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു പാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും ഒരു ആനയുടെ സൈറ്റിംഗ്, ഒന്നല്ല 2 ആനയുടെ സൈറ്റിംഗ് ആണ് ഇവിടെ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. വീണ്ടും കാട്ടുപോത്തുകളുടെ വലിയൊരു കൂട്ടത്തെ നമുക്ക് ഇവിടെ കാണുവാനായി കഴിഞ്ഞിരിക്കുകയാണ്. ബസ്സിന് മുന്നിലൂടെ ഒരു കാട്ടുപന്നിയാണ് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ബസ് ഇപ്പോൾ തെപ്പക്കാട് എന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ വലതുവശത്ത് ഒരു ആനയുടെ സൈറ്റിംഗ് ഉണ്ട്. ഒന്നല്ല, ഒരു കൂട്ടം ആനകൾ എലിഫന്റ് ക്യാമ്പിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. കുട്ടിയാനകളടക്കം 5 ആനകളുടെ ഒരു കൂട്ടമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. തെപ്പക്കാടാണ് മുതുമലൈ ടൈഗർ റിസർവിലെ ജംഗിൾ സഫാരി ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ടിക്കറ്റുകൾ നമുക്ക് ഓൺലൈനായും ഓഫ്ലൈനായും ബുക്ക് ചെയ്യാവുന്നതാണ്. ഓൺലൈനായി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ജീപ്പിലും ബസ്സിലുമായിട്ടാണ് ഇവിടെ ജംഗിൾ സഫാരി നടത്തുന്നത്. ഇവിടെ നിന്നും വലത്തോട്ടുള്ള വഴി മസനഗുഡി വഴി ഊട്ടിയിലേക്കാണ് പോകുന്നത്. കുറച്ചു മുന്നിലായി ഒരു ആനയുടെ സൈറ്റിംഗ് വീണ്ടും ലഭിച്ചിരിക്കുകയാണ്. ഇത്തവണ ഒരു പിടിയാനയാണ്. വലിയൊരു കൊമ്പനാനയെ നിങ്ങൾക്ക് ഇപ്പോൾ കാണുവാനായിട്ട് കഴിയും. റോഡിന്റെ ഇടതുവശത്തായിട്ടാണ് ആന നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അതിന്റെ വീഡിയോ എടുക്കുവാനായിട്ട് കഴിഞ്ഞില്ല. മുതുമല ടൈഗർ റിസർവിന്റെ എക്സിറ്റ് ചെക്ക് പോസ്റ്റിലേക്ക് ബസ് എത്തിയിരിക്കുകയാണ്. ഈ ചെക്ക് പോസ്റ്റിനപ്പുറം കർണാടകയാണ്. അവിടെ നിന്നുമാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ആരംഭിക്കുന്നത്. കേരളത്തിലെ വയനാട്ടിലെ മുത്തങ്ങ റിസർവ് ഫോറസ്റ്റും ഈ വനമേഖലയിൽ പെടുന്നതാണ്. ഈ പാലം കിടക്കുന്നതോടെ നമ്മുടെ ബസ് കർണാടക സംസ്ഥാനത്തിലേക്ക് എത്തുകയാണ്. കർണാടക സംസ്ഥാനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രവേശന കവാടമാണ് തൊട്ടുമുമ്പിൽ നിങ്ങൾ കാണുന്നത്. ഈ റൂട്ടിലൂടെ സ്പെഷ്യൽ പെർമിറ്റുമായി യാത്ര ചെയ്യുന്ന കർണാടക സർക്കാരിന്റെ 2 ബസ്സുകളും തമിഴ്നാട് സർക്കാരിന്റെ 1 ബസ്സും തൊട്ടുമുമ്പിലായി കടന്നുപോകുകയുണ്ടായി. ബാംഗ്ലൂർ നിലമ്പൂർ റൂട്ടിലോടുന്ന KSRTCയുടെ ഒരു സ്വിഫ്റ്റ് ബസ്സാണിത്. തുടർച്ചയായി 4 ബസ്സുകൾ കടന്നുപോയതുകൊണ്ട് മുന്നോട്ടുള്ള യാത്രയിൽ അനിമൽ സൈറ്റിംഗ് എന്തോരം ലഭിക്കുമെന്നുള്ളത് സംശയമാണ്. സാധാരണയായി മുതുമല ടൈഗർ റിസർവിനെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ അനിമൽ സൈറ്റിംഗ് ലഭിക്കുന്നത് ബന്ദിപ്പൂർ ടൈഗർ റിസർവിലാണ്. ബസ്സുകൾ കൂട്ടമായി കടന്നുപോയതുകൊണ്ട് റോഡരികിൽ നിൽക്കുന്ന മൃഗങ്ങൾ കാടിനുള്ളിലേക്ക് കടന്നു പോകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
ഒരു കരടിയുടെ സൈറ്റിംഗ് ആണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. ഈ റൂട്ടിലൂടെ ഒരുപാട് തവണ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു കരടിയുടെ സൈറ്റിംഗ് നമുക്ക് ലഭിച്ചത്. റോഡിലെല്ലാം നല്ല രീതിയിൽ കോടയിറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൊട്ടു മുമ്പിലെ കാഴ്ചകൾ പോലും നമുക്ക് വളരെ മങ്ങിയ രീതിയിലാണ് കാണുവാൻ കഴിയുന്നത്. ബന്ദിപ്പൂർ ടൈഗർ റിസർവിലെ പഴയ ജംഗിൾ സഫാരി ഓഫീസിന് മുമ്പിലേക്ക് ബസ് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഫോറസ്റ്റിന് പുറത്തായിട്ടാണ് ജംഗിൾ സഫാരി ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് ഫോറസ്റ്റ് ഓഫീസുകളുണ്ട്. ബസ്സുകൾ കൂട്ടമായി കടന്നുപോയതുകൊണ്ടാകണം ഒരു കരടിയുടെ സൈറ്റിംഗ് മാത്രമാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൽ വെച്ച് നമുക്ക് ലഭിച്ചത്. സാധാരണയായി ഏറ്റവും കൂടുതൽ അനിമൽ സൈറ്റിംഗ് ലഭിക്കുന്നത് ഇവിടെ വച്ചായിരുന്നു. ബസ് അങ്ങനെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിന്റെ എക്സിറ്റ് ചെക്ക് പോസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ചെക്ക് പോസ്റ്റിനോട് ചേർന്ന് ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. രാവിലെ ചെക്ക് പോസ്റ്റ് തുറന്നതിന് ശേഷം കടന്നു പോകുന്നതിനായി കാത്തുനിൽക്കുന്ന വാഹനങ്ങളാണിത്. അഞ്ചു മണിയോടെ ബസ് മൈസൂർ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഊട്ടി പോലെ തന്നെ ഏറ്റവും കൂടുതൽ മലയാളികൾ എത്തുന്ന ഒരു സ്ഥലമാണ് മൈസൂർ. ഇവിടെ എത്തുന്ന സഞ്ചാരികളെ കാത്ത് ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇവിടെയുണ്ട്. മൈസൂരിലെ പാലസും സൂവും എല്ലാം ലോക പ്രശസ്തമാണ്. മൈസൂരിലെ എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മൈസൂരിലേക്ക് ഒരു യാത്ര നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. നമ്മുടെ ബസ് ഇപ്പോൾ മൈസൂർ ബാംഗ്ലൂർ സൂപ്പർ എക്സ്പ്രസ് ഹൈവേയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എക്സ്പ്രസ് ഹൈവേയിലെ എൻട്രി ടോൾ ബൂത്താണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എക്സ്പ്രസ് ഹൈവേ വരുന്നതിന് മുമ്പ് 4 മണിക്കൂറോളം സമയം വേണമായിരുന്നു ഈ റൂട്ടിലൂടെ നമുക്ക് യാത്ര ചെയ്യുവാൻ. ഹൈവേ വന്നതിന് ശേഷം 2 മണിക്കൂർ കൊണ്ട് നമുക്ക് ബാംഗ്ലൂരിലേക്ക് എത്താം. നേരം പുലർന്നപ്പോഴേക്കും നമ്മൾ ബാംഗ്ലൂർ ടൗണിന്റെ ഔട്ടറിലെത്തി. ബാംഗ്ലൂർ മെട്രോയുടെ പാലങ്ങളാണ് നിങ്ങൾ മുകളിൽ കാണുന്നത്. ബാംഗ്ലൂരിലെ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡാണ് ഈ യാത്രയിലെ നമ്മുടെ ബസിന്റെ അവസാനത്തെ സ്റ്റോപ്പ്. ദീപാഞ്ജലി നഗർ മെട്രോ സ്റ്റേഷനാണ് ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള മെട്രോ സ്റ്റേഷൻ. മനോഹരമായ ഒരുപാട് കാഴ്ചകളും ഓർമ്മകളും സമ്മാനിച്ച ഒരു യാത്ര കൂടി ഇവിടെ അവസാനിക്കുകയാണ്. ഓരോ യാത്രയുടെ അവസാനവും മറ്റൊരു യാത്രയുടെ തുടക്കമാണ്. മറ്റൊരു മനോഹരമായ യാത്രയുടെ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഔട്ട് ഫ്രം ട്രിപ്പി മച്ചാൻ.